ഫസ്റ്റ് ചാപ്റ്ററിലുള്ള തിയറി ഓഫ് ഇക്വേഷനിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. മെത്തേഡ് ഓഫ് ഡിറ്റാച്ച്ഡ് കോഎഫിഷ്യൻ്റ് ഉപയോഗിച്ചിട്ട് ഒരു പോളിനോമിയലിനെ വേറൊരു പോളിനോമിയലിനെ കൊണ്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഏതിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് ആ പോളിനോമിയലിനെ എല്ലാ പവേഴ്സും, അതായത് 8 അതിൻ്റെ ഡിഗ്രി. അപ്പോൾ x⁸8 ഉണ്ട്, x⁸7 ഉണ്ട്, x⁸6 ഉള്ള ടേം ഇല്ല അവിടെ. അപ്പോൾ അതിന് 0 x⁸6 എന്ന് കൊടുക്കുക. അങ്ങനെ ഇല്ലാത്തതിനൊക്കെ 0 എന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ 3x⁴ ഉണ്ട്, x³ ഇല്ല, x² ഇല്ല, അതിനൊക്കെ 0 ഇട്ട് കൊടുക്കുക. പ്ലസ് 0x പിന്നെ -1. അതുപോലെ ഡിവൈഡ് ചെയ്യേണ്ട സാധനത്തിന് x⁴ ആണ് അതിൻ്റെ ഡിഗ്രി. അപ്പോൾ x⁴ സ്റ്റാർട്ട് ചെയ്യുക. x³ ഉണ്ട്, x² ഇല്ല, അപ്പോൾ 0x² പ്ലസ് 4x പ്ലസ് 1. ഇങ്ങനെ എഴുതിയതിന് ശേഷം ആദ്യത്തെ കോഎഫിഷ്യൻ്റ് മാത്രം എഴുതുക. അതായത് x⁸8ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്, x⁸7 1 ആണ്, x⁸6 0, x⁵5 0, x⁴ 3, x⁵3 0, x² 0, x0 പിന്നെ -1. ഇതിട്ടിട്ട് ഇവിടെ ഇങ്ങനൊരു ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് അവിടെ ഈ രണ്ടാമത്തെ ഡിവൈഡ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഡിവിഷനില്ലേ, സാധാരണ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യില്ലേ, അതുപോലത്തെ ഒരു സാധനം ഡിവൈഡ് ചെയ്ത് റിമൈൻഡറൊക്കെ കാണുന്ന അതിനുള്ളൊരു പ്രൊസീജിയർ, വേറൊരു പ്രൊസീജിയറാണ് മെത്തേഡ് ഓഫ് ഡിറ്റാച്ച്ഡ് കോഎഫിഷ്യൻ്റ്. അതായത് അതിൻ്റെ പവർ ആ x⁻n ടേംസ് എഴുതാതെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്നാണ് ഇത് കാണിക്കുന്നത്. ഇനി ഇതിൽ x⁴ തുടങ്ങുന്നത്. x⁴ കോഎഫിഷ്യൻ്റ് 1, x³ -3, അതായത് കോഎഫിഷ്യൻറ്റിനെ ഡിറ്റാച്ച് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഇങ്ങനെ എഴുതി. ഇനി ഇവിടെ ഞാൻ ഒരു വര വരച്ചു, ഇവിടെ ഇങ്ങനൊരു വരയും വരച്ചു. ഇനി ഇവിടെ 1 ആണുള്ളത്, ഇവിടെ 1 ആണുള്ളത്. അപ്പോൾ ഈ 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടുമെന്നാണ് നോക്കുക. അപ്പോൾ അത് 1 ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ 1 ഇറക്കിയിട്ടു. എന്നിട്ട് ഈ 1നെ കൊണ്ട് ഈ മുകളിലുള്ള ഈ സാധനത്തിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇവിടെ എഴുതും. അതായത് 1 × 1 1, 1 × -3 ഇത് 1 × -3 -3, 1 × 0 0, 1 × 4 4, 1 × 1 1. ഇത് എഴുതിയിട്ട് ഞാനിവിടെ മുകളിലും താഴെയുള്ളത് മൈനസ് ചെയ്യാം. അപ്പോൾ 1 -1 0, 1 -3 4, 0 -0 0, 0 -4 -4, 3 -1 2, 3 എഴുതി. എന്നിട്ട് തൊട്ടടുത്തുള്ള എലമെൻറ്റിനെ ഇറക്കി എഴുതുക. അപ്പോൾ 0 വരും. അപ്പോൾ ആദ്യത്തെ ടേം 0 ആണ്. അപ്പോൾ ഇനി അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 4 മുതൽ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇതിനെ ഇവിടെ ഉള്ളതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ തുടക്കത്തിൽ 4 കിട്ടും. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ടേം എടുക്കുക, അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടുന്നതാണ് നോക്കുക. അപ്പോൾ 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 4 കിട്ടുക. അപ്പോൾ അത് ഇവിടെ എഴുതുക. എന്നിട്ട് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക. അപ്പോൾ എന്താവും? 1 × 4 4, 4 × -3 -12, 4 × 0 0, 4 × 4 16, 4 × 1 4. ഇനി അഗെയിൻ ഇതിന് ഡിഫറൻസ് എടുക്കുക. 4 - 4 0, 0 -12 +12, -4 -0 -4, 2 -16 -14, 0 -4 -4. ഇനി അടുത്ത ടേം ഇറക്കിയിട്ട്, അടുത്ത ടേം ഇതാണ്, അതിന് ഇറക്കിയിട്ടു. ഇപ്പോൾ ആദ്യത്തെ ടേം 0 ആയി. അപ്പോൾ ഇനി ഇത് മുതലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1 ആണുള്ളത്. 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 12 കിട്ടും. അത് 12 ആണെന്നറിയാം. അപ്പോൾ നമ്മളിവിടെ 12 എഴുതി.
എന്നിട്ട് ഈ 12നെ ഇത് ഓരോന്നിനോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇവിടെ എഴുതുന്നു. അപ്പോൾ 1 × 12 12 -12 × 3 -16 12 × 0 0 12 × 4 48 12 × 1 12. ഇനി മൈനസ് ചെയ്യുന്നു. 12 - 12 0 -4 + 16 12 വരും. -14 -0 -14 -4 -48 -52 0 -12 -12. ഇനി അടുത്ത എലമെൻറ്റ് ഇത് ഇവിടത്തേക്ക് ഇറക്കിയിടുന്നു. എഗെയിൻ ആദ്യത്തെ ടേം 0 ആണ്, ഇവിടെ 12 ആണ്, ഇവിടെ 1 ആണ്. അത് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇവിടെ 12 കിട്ടുക. അപ്പം മൊത്തത്തിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 12 × -3 -36 0 12 4 48 ഒരു 12 12. ഇതിന് എഗെയിൻ മൈനസ് ചെയ്യുന്നു. 12 - 12 0 -14 -36. അപ്പോൾ 36 - 14 22 വരും. -52 -12 -48 -60 -12. ഇപ്പോൾ ഇവിടെ 22 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ 22 ഇട്ട് 22 × 1 22 22 × 3 26 -66 -66 0 22 × 4 24 24 88. നമ്മളിവിടെ ഇത് ഇറക്കിയിടാൻ മറന്നുപോയിട്ടുണ്ട്. ഇവിടെ -1 ഉണ്ടെങ്കിലും അത് അടുത്ത ചെയ്യുമ്പോൾ -1 ഇവിടെ ഇറക്കിയിടണം. അപ്പോൾ 22 × 1 22 വരും. ഇനി സബ്ട്രാക്ട് ചെയ്യാം. 0 വരും. -52 -66 വരും. +66 ഇട്ടോറും 14 വരും. -60 -12 -88 -100 വരും. -1 -22 -23 വരും. അങ്ങനെ കിട്ടും. ഇനി എപ്പോഴാണോ ഇവിടെ എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം കിട്ടുന്നില്ലെങ്കിൽ നമ്മളവിടെ നിർത്തും. ഇപ്പം ഇവിടെ ഇത് 0 ആണ്, പോയി. ഇത് 4 എണ്ണേ ഉള്ളൂ. ഇനി ഇറക്കിയിടാനൊന്നുമില്ല. അപ്പോൾ ഇത് 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ നിർത്തും. അല്ലെങ്കിൽ നമുക്ക് പറയാം x⁸8നെ x⁴ കൊണ്ട് x⁸8നെ x⁴ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡറിൻ്റെ ഡിഗ്രി ഈ ഇതിനേക്കാളും കുറവായിരിക്കണം. അതായത് ഈ 4-നേക്കാളും കുറവായിരിക്കണം. 4-നേക്കാളല്ല, അതിൽ അതായത് അതിൻ്റെ ഡിഗ്രി x³ തുടങ്ങാവും. അങ്ങനെ. അപ്പോൾ അത് നോക്കാൻ എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിനേക്കാളും കുറവായിട്ട് ഇവിടെ കിട്ടിയാൽ നമുക്ക് അവിടെ നിർത്താം. ഇതിപ്പോൾ ഇവിടെ 4 എണ്ണേ ഉള്ളൂ, ഇവിടെ 5 എണ്ണം ഉണ്ട്. അപ്പോൾ 5 എണ്ണത്തിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 സാധനങ്ങൾ ഇവിടെ വരും. അപ്പോൾ അത് അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നിർത്താം. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ സാധനം നോക്കാം. ഇതാണ് കിട്ടിയത്. ആ നമ്പർ ഒന്ന് എടുത്ത് എഴുതാം. 1 4 12 12 12 12 22. അതായത് ഇതിന് നമ്മൾ ഈ അറ്റത്ത് നിന്ന് ഇങ്ങോട്ടാണ് എഴുതുക. 22 കോൺസ്റ്റൻറ്റ്, അടുത്തത് എക്സ് ഉള്ള ടേം 12x, അടുത്തത് x² ഉള്ള ടേം, അടുത്തത് 4x³, അടുത്തത് x⁴. ഇതാണ് നമുക്ക് കിട്ടിയ ഇത് നമ്മളെ കോഷ്യൻ്റ് ഡിവൈസർ ആയിരുന്നു. ഇത് നമ്മളെ കോഷ്യൻ്റാണ്. റിമൈൻഡർ ഈ ഭാഗമാണ്. അപ്പോൾ ആ നമ്പേഴ്സ് ഒന്ന് എഴുതുക. 14 - 60 -100 -23. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതണം, ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ ആദ്യം -23, അതാണ് കോൺസ്റ്റൻറ്റ്. ഇത് എക്സ് ഉള്ള ടേം -100x.
അടുത്തത് എക്സ് സ്ക്വയർ ഉള്ളത് -60 എക്സ് സ്ക്വയർ, അടുത്തത് എക്സ് ക്യൂബ് ഉള്ളത്. അപ്പോൾ ഇതാണ് റിമൈൻഡർ, ഇത് കോഷ്യന്റ്. ഇങ്ങനെയാണ് ഇത് കാണുന്നത്. ഓക്കെ.